ഹായ് കൂട്ടുകാരെ, 5, 6, 7 ക്ലാസ്സുകളിലെ ക്ലാസ് ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളുടെ എണ്ണം നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ വർഷം ലഭിച്ചവ, ഈ വർഷം കിട്ടിയവ, ഈ വർഷം കിട്ടിയ പുസ്തകങ്ങളിൽ ഗണിതമൂലയിലേക്ക് നൽകിയവ എന്നിവയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 5ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം ലഭിച്ചത് 40 പുസ്തകങ്ങളും ഈ വർഷം കിട്ടിയത് 15 പുസ്തകങ്ങളും. ഗണിതമൂലയിലേക്ക് നൽകിയത് 5 പുസ്തകങ്ങൾ. 6ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം ലഭിച്ചത് 45 പുസ്തകങ്ങൾ, ഈ വർഷം കിട്ടിയത് 20 പുസ്തകങ്ങൾ. ഗണിതമൂലയിലേക്ക് നൽകിയത് 15 പുസ്തകങ്ങൾ. 7ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം ലഭിച്ചത് 35 പുസ്തകങ്ങൾ, ഈ വർഷം കിട്ടിയത് 15 പുസ്തകങ്ങൾ. ഗണിതമൂലയിലേക്ക് നൽകിയത് 10 പുസ്തകങ്ങൾ. അങ്ങനെയാണെങ്കിൽ ക്ലാസ് ലൈബ്രറിയിൽ എത്ര പുസ്തകങ്ങൾ ഉണ്ടാകും? എങ്ങനെ കണ്ടുപിടിക്കാം കൂട്ടുകാരെ? നിലവിലുള്ള പുസ്തകങ്ങളുടെ എണ്ണത്തോട് ഈ വർഷം കിട്ടിയ പുസ്തകങ്ങളുടെ എണ്ണം കൂട്ടി ഗണിതമൂലയിലേക്ക് നൽകിയ പുസ്തകങ്ങളുടെ എണ്ണം കുറയ്ക്കാം, അല്ലേ? അങ്ങനെയാണെങ്കിൽ 5ാം ക്ലാസ്സിൽ 40 + 15 - 5 = 55 - 5 = 50. 6ാം ക്ലാസ്സിൽ 45 + 20 - 15 = 65 - 15 = 50. 7ാം ക്ലാസ്സിൽ 35 + 15 - 10 = 50 - 10 = 40. ലൈബ്രറിയിലെ പുസ്തകങ്ങളുടെ എണ്ണം കാണാൻ മറ്റൊരു മാർഗം നമുക്ക് കണ്ടെത്തിയാലോ? ഈ വർഷം കിട്ടിയ പുസ്തകങ്ങളിൽ ഗണിതമൂലയിലേക്ക് നൽകിയ പുസ്തകങ്ങളുടെ എണ്ണം കുറച്ച് നിലവിലെ പുസ്തകങ്ങളുടെ എണ്ണത്തോട് കൂട്ടിയാലോ? അങ്ങനെയാണെങ്കിൽ 5ാം ക്ലാസ്സിൽ 40 + 15 - 5 = 40 + 10 = 50. 6ാം ക്ലാസ്സിൽ 45 + 20 - 15 = 45 + 5 = 50. 7ാം ക്ലാസ്സിൽ 35 + 15 - 10 35 + 5 = 40. ഉത്തരം ഒന്നുതന്നെയാണോ കൂട്ടുകാരെ? ഈ ബന്ധത്തെ നമുക്ക് ഭാഷാരൂപത്തിൽ പറഞ്ഞാലോ? ഒരു സംഖ്യയോട് മറ്റൊരു സംഖ്യ കൂട്ടുകയും മൂന്നാമതൊരു സംഖ്യ കുറയ്ക്കുകയും ചെയ്യുന്നതിന് പകരം ആദ്യ സംഖ്യയോട് മറ്റ് 2 സംഖ്യകളുടെ വ്യത്യാസം കൂട്ടിയാൽ മതി. വ്യത്യാസം കാണുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുവാൻ ശ്രദ്ധിക്കണേ. ഈ ബന്ധം ബീജഗണിതത്തിൽ സൂചിപ്പിച്ചാൽ x, y, z എന്ന ഏത് സംഖ്യകൾ എടുത്താലും y z-നേക്കാൾ വലുതാണെങ്കിൽ x + y - z = x + y - z ആയിരിക്കും.